Hi guys, it's me Jowin and welcome to Motor Vlogs. അപ്പോൾ നമ്മൾ ഇതിനു മുന്നത്തെ വീഡിയോയിൽ ഒരു ഹാച്ച് ബാക്ക് നമ്മൾ റിവ്യൂ ചെയ്തു. എൻ്റെ സ്വന്തം ഫോർഡ് ഫിഗോ, പിന്നെ ഒരു SUV നമ്മുടെ MG ഹെക്ടർ നമ്മൾ റിവ്യൂ ചെയ്തു, പിന്നെ ഒരു ഫുൾ ഓഫ് റോഡ് വെഹിക്കിളായ നമ്മുടെ ഫോർച്യൂണർ നമ്മൾ റിവ്യൂ ചെയ്തു. ഇന്ന് അതിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി കിട്ടും, കാറ് കിട്ടും. നമ്മൾ ഒരു വെറൈറ്റിക്ക് നമ്മൾ ഒരു എന്താ പറയുക, ഫോഴ്സിൻ്റെ അർബാനിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വണ്ടിയാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫോഴ്സിൻ്റെ ട്രാവലർ എല്ലാവർക്കും പരിചിതം ഉണ്ടാവും. ഈ ട്രാവലർ വണ്ടി ഒരു കല്യാണത്തിന് എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഒരു ട്രാവലറിൽ പോവാത്ത ആൾക്കാർ കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. അപ്പോൾ ട്രാവലർ എല്ലാവർക്കും സുപരിചിതമാണ്. അത് പോയിന്റ് A ടു പോയിന്റ് Bയിലേക്ക് മാക്സിമം ആൾക്കാരെ കൊണ്ടുപോകുക എന്നുള്ളൊരു പർപ്പസാണ് ഈ ട്രാവലറിൽ ഉണ്ടാകുന്നത്. ഇന്ന് ഇപ്പോൾ കാലം മാറി, ആൾക്കാർ മാറി. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് പോവാൻ മാത്രമല്ല, അത് ഇത്തിരി സ്റ്റൈലായിട്ട് പോവുക, കംഫർട്ടബിളി പോവുക, സേഫ്റ്റി ഫീച്ചേഴ്സ്, ഇങ്ങനെ അതിനനുസരിച്ചിട്ട് ട്രാവലറും മാറി. അങ്ങനെ ട്രാവലർ ഒന്ന് വലുതായി നല്ല സുന്ദര കുട്ടപ്പനായതാണ് അർബാനിയ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ അർബാനിയയുടെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോയിലേക്ക്. അതിനിടയ്ക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറിച്ച് പറഞ്ഞായിരുന്നു. എൻ്റെ വൈഫ് ചോദിച്ചായിരുന്നു, സബ്സ്ക്രൈബേഴ്സ് ചേട്ടാ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ ആ വീഡിയോ ഇടുമ്പോൾ 130 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ 261 സബ്സ്ക്രൈബേഴ്സായി. അതായത് ഡബിൾ സബ്സ്ക്രൈബേഴ്സ് ഇരട്ടിച്ചു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഇന്ന് അർബാനിയയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. കമോൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോഴ്സ് അർബാനിയയുടെ കീ വരുന്നത്. ഒരു ലോക്ക് ബട്ടണും അൺലോക്ക് ബട്ടണും പിന്നെ ഫോളോ മീ ഹോം ലൈറ്റിൻ്റെ ഒരു ബട്ടണും ഉണ്ട്. പിന്നെ ഫോഴ്സിൻ്റെ അർബാനിയ ഫോഴ്സിൻ്റെ സന്തതിക്കാണെങ്കിലും ഇവൻ്റെ ഉള്ളിലിരിപ്പ് തനി മെഴ്സിഡീസ് ബെൻസ് ആണ്. കാരണം ഇവൻ്റെ എൻജിൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മെഴ്സിഡീസ് ബെൻസ് ആയിട്ട് ടൈപ്പ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇവൻ്റെ എൻജിൻ വരുന്നത് ഒരു 2.6 ലിറ്റർ ടർബോ ചാർജ്ഡ് ഇൻ്റർകൂൾഡ് ഡീസൽ എൻജിനാണ്. ഒരു 115 bhp പവറും 350 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്കും ആണ് ഈ വണ്ടി ജനറേറ്റ് ചെയ്യുന്നത്. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വണ്ടിയാണ്. മോണോകോക്ക് ഡിസൈനാണ് വണ്ടിക്ക് വരുന്നത്. അതുപോലെ തന്നെ പെഡസ്ട്രിയൻ സേഫ്റ്റിയൊക്കെ മുൻനിർത്തിയിട്ടുള്ള ഡിസൈനാണ് ഫ്രണ്ടിൽ. എയറോഡൈനാമിക്സും കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്ന തക്ക രീതിയിലുള്ള ഒരു ഡിസൈനാണ് നമ്മുടെ അർബാനിയയ്ക്കുള്ളത്. പിന്നെ ഫ്രണ്ടിലേക്ക് വരാണെങ്കിൽ നമുക്ക് ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. 2 ചേംബറായിട്ടുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റാണ്. ഒരു പ്രൊജക്ടർ ഹാലോജൻ പ്രൊജക്ടർ ലാമ്പാണ് വരുന്നത്. പിന്നെ താഴെ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ നല്ലൊരു ഗ്രില്ല്, ബ്ലാക്ക് ഗ്രില്ല്. അതിൻ്റെ സെൻറ്ററിൽ അർബാനിയ എന്ന് പറഞ്ഞിട്ട് വലുതാക്കി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുന്നിൽ നിന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ ഇവന് ഏതാ കമ്പനിന്ന് നമുക്ക് ഡൗട്ട് വരും. കാരണം ഫോഴ്സിൻ്റെ എംബ്ലമൊന്നുമില്ല, അർബാനിയ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. താഴെ ബ്ലാക്ക് ലോവർ ലിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുന്നിൽ നല്ല വിശാലമായൊരു ഗ്ലാസ്, പിന്നെ വൈപ്പർ യൂണിറ്റ്, ഇതൊക്കെയാണ് ഫ്രണ്ടിലുള്ളത്. നല്ല സ്ലീക്കായിട്ടുള്ള ഒരു ഡിസൈനാണ് അർബാനിയയ്ക്കുള്ളത്. പിന്നെ സൈഡിൽ വരുമ്പോൾ സൈഡ് പ്രൊഫൈലിലാണ് നമുക്ക് വണ്ടി എത്രത്തോളം വലിപ്പമുള്ള വണ്ടിയാണെന്നുള്ളത് നമുക്ക് വരാം. ഇവന് ചില്ലറക്കാരനൊന്നുമല്ല. ഇവൻ്റെ ലെങ്ത്ത് വരുന്നത് 5440 മില്ലിമീറ്ററും വിഡ്ത്ത് 2095 മില്ലിമീറ്ററും ഹൈറ്റ് 2550 മില്ലിമീറ്ററാണ്. വീൽ ബേസ് 3350 മില്ലിമീറ്ററാണ്. ഇതൊരു 10+1 സീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. പിന്നെ വേറെ 2 ഓപ്ഷനും കൂടി ഉണ്ട്. ഒരു 13+1ഉം ഒരു 17+1 സീറ്ററും വരുന്നുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് ഇവൻ്റെ എന്താ പറയുക, ലെങ്ത്തിൽ വ്യത്യാസം വരും. പിന്നെ ടയർ 16 ഇഞ്ച് ടയേഴ്സാണ് വണ്ടിക്കുള്ളത്. പിന്നെ എൻജിൻ്റെ FM 2.6 CR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ മിറർ വിത്ത് ഇൻഡിക്കേറ്റർ. അത് ഈ വണ്ടിയുടെ സൈസിനനുസരിച്ച് രീതിയിലുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് കൊടുത്തിട്ടുള്ളത്. നല്ല വലിപ്പമുള്ള മിററൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വലിയ വിൻഡോസാണ്. പിന്നെ സൈഡിൽ ബ്ലാക്ക് കളറിലുള്ള ഹാൻഡിൽസ്, താഴെ അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലൊരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഡോറ് സ്ലൈഡിങ് ഡോറാട്ടോ. ഈസി ആയിട്ട് നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറാം. നല്ല പനോരമിക് വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഗ്ലാസ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിലും 16 ഇഞ്ച് ടയർ തന്നെയാണ്. മുന്നിലും പിന്നിലൊക്കെ ഡിസ്ക് ബ്രേക്കാണ് വണ്ടിക്കുള്ളത്. സേഫ്റ്റി ഒരുപാട് അത് കൂട്ടുന്നുണ്ട്, നല്ല ഡിസ്ക് ബ്രേക്സ്.
പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ വണ്ടിയുടെ ഹൈറ്റിനനുസരിച്ച് പോന്നിട്ടുള്ള ഒരു ബാക്ക് ലാമ്പാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കിലേക്ക് വരുമ്പോൾ വണ്ടി നല്ല നല്ല ഹൈറ്റുള്ളൊരു വണ്ടിയാണ് കേട്ടോ. ബാക്കിൽ അങ്ങനെ ഫോഴ്സിൻ്റെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. ഇനി കമ്പനി ഏതാണെന്ന് ആരും മാറി പോകണ്ട. മുന്നിൽ അർബാനിയ എന്നാണല്ലോ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ പിന്നിൽ ഫോഴ്സ് എന്നുള്ളത് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അർബാനിയ എന്ന് ഇവിടെ ഒരു എഴുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ നീങ്ങുന്ന ഒരു റിഫ്ലക്ടർ. പിന്നെ ഇവൻ്റെ സ്പെയർ ടയർ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മുകളിലൊരു ബാക്ക് ക്യാമറ ഉണ്ട്. റിവേഴ്സൊക്കെ എടുക്കുമ്പോൾ നമുക്കത് ആവശ്യമാണ്, കാരണം ഇത്രയും വലിയൊരു വണ്ടിയാണല്ലോ. പിന്നെ ഇവൻ്റെ ഡോറ് തുറക്കുക പഴയ തറവാട്ടിലൊക്കെ ഉള്ള പോലെ ഡോറ് രണ്ട് സൈഡിലേക്കും തുറക്കാവുന്ന ഡോറാണ്. ലഗേജ് സ്പേസ് ഒന്നുമില്ല കേട്ടോ. ലഗേജ് സ്പേസ് സീറ്റിൻ്റെ അടിയിലൊക്കെ വെക്കേണ്ടി വരും. സീറ്റൊക്കെ നമുക്ക് മുന്നോട്ടൊക്കെ നന്നായിട്ട് മാറ്റാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള സീറ്റാണ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഡോറ് നമുക്ക് ഇവിടെ ചെറിയൊരു ഹാൻഡിലുണ്ട്, അത് പിടിച്ച് അമർത്തി കഴിഞ്ഞാൽ ഈ ഡോറും നമുക്കിങ്ങനെ തുറക്കാം. നല്ല ഗ്ലാസ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ബാക്കിലേക്ക് ആയാലും വ്യൂ കിട്ടാൻ ബാക്ക് ഡോറിൽ നല്ല ഗ്ലാസ് ഒക്കെ ഉണ്ട്. ലഗേജ് സ്പേസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു പോരായ്മയുള്ളൂ. ലഗേജ് ഇത്ര ആൾക്കാർ പോകുമ്പോൾ അവരുടെ ലഗേജ് എവിടെ വെക്കും എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പോൾ യൂറോപ്പിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വണ്ടി വരുമ്പോൾ ബാക്കിലൊരു ചെറിയൊരു ടോയിങ് വെഹിക്കിളും കൂടി ഉണ്ടാവും. അപ്പോൾ 10 പേർക്ക് സുഖമായിട്ട് ഈ വണ്ടിയിൽ യാത്ര ചെയ്യാം. അവരുടെ ലഗേജൊക്കെ പിന്നിൽ സുഖമായിട്ട് നമുക്ക് കൊളത്തി വലിച്ച് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പൊക്കെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ടോയിങ് വെഹിക്കിൾ ഈ വണ്ടിയായിട്ട് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ നിയമവശങ്ങളൊക്കെ ഇത്തിരി കടുപ്പേറിയതാണെന്നാണ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ മനസ്സിലായത്. അപ്പോൾ അതൊക്കെ ഒന്നും മാറേണ്ടതാണ്. പിന്നെ വണ്ടിയുടെ ഉള്ളിലേക്ക് കിടക്കാൻ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇങ്ങനെ സ്ലൈഡിങ് ഡോറാണ്. നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ഡോറാണ് കേട്ടോ. സ്മൂത്തായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ കണ്ടോ, അത്ര സ്മൂത്തായിട്ട് അത് മുന്നോട്ടും വരണേ. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ അവിടെ ഇരുന്നോളും. പിന്നെ ഉള്ളിലേക്ക് കയറാൻ നമുക്ക് നല്ലൊരു ഫുട് ബോർഡൊക്കെ ഉണ്ട്, ചവിട്ടി കയറാൻ. നല്ല ഹൈറ്റുള്ള വണ്ടിയായ കാരണം ചെറിയ ഒരു ലോവർ പാർട്ട് അവിടെ ഉണ്ട്. പിന്നെ സേഫ്റ്റി ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷറൊക്കെ ഉണ്ട്. പിന്നെ പിടിച്ച് കയറാൻ സൈഡിൽ ഒരു ഹാൻഡിൽ ബാറ്. ആ ഹാൻഡിൽ ബാർ ഒക്കെ പിടിച്ചിട്ട് നമുക്കിങ്ങനെ വളരെ സുഖമായിട്ട്, എത്ര പ്രായം കൂടിയ ആൾക്കാർ നമുക്ക് സുഖമായിട്ട് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറാം. പിന്നെ ഉള്ളിൽ കയറി വരുമ്പോൾ ഇതാണ് 4, 8, 9 സീറ്റാണ് നമുക്ക് ബാക്കിലേക്ക് ആയിട്ട് വരുന്നത്. നല്ല അടിപൊളി സീറ്റിംഗ് പൊസിഷൻ തരുന്നതാണ്. നല്ല സീറ്റിംഗ്, എന്താ പറയുക, നല്ല കംഫർട്ട് ലെവലുള്ള സീറ്റാണ്. എല്ലാ സീറ്റിനും നമുക്ക് ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, സീറ്റ് ബെൽറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാ സീറ്റിനും ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാ സീറ്റും നമുക്ക് മുന്നോട്ടൊക്കെ മൂവ് ചെയ്യാം. 40 ഡിഗ്രി വരെ നമുക്ക് ഇൻക്ലൈൻ ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാ സീറ്റിൻ്റെ അവിടെയും നമുക്ക് ഇതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ചാർജിങ് പോയിൻ്റ് ഉണ്ട്. എല്ലാ സീറ്റിൻ്റെ അവിടെയും ഉണ്ട് ഇതുപോലെ ചാർജിങ് പോയിൻ്റ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പനോരമിക് വിൻഡോ, പിന്നെ എല്ലാ സീറ്റിലേക്കും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള AC വെൻസ്, ലൈറ്റ്, റീഡിങ് ലൈറ്റ്. പിന്നെ ഒരു ഒരു SOS ബട്ടൺ. അത് എന്തെങ്കിലും ഒരു അത്യാഹിതം വരുമ്പോൾ നമുക്കത് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ ഓണർക്കും അതുപോലെ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ മെസ്സേജ് പോകുന്നതാണ് കമ്പനിക്കാർ പറഞ്ഞത്. പിന്നെ മുകളിലായാലും നല്ല കളർ തീമിലുള്ള നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു അപ്പോൾസ്റ്ററി കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് മുകളിൽ. അതുപോലെ തന്നെ മുകളിലാണ് കാണുന്നത് സ്പീക്കറല്ല, AC ആണ്. റിയർ AC വെൻസ് ആണ്. സ്പീക്കർ 6 സ്പീക്കർ ഉണ്ടെന്നാണ് പറഞ്ഞത് സീറ്റിൻ്റെ സൈഡിലൊക്കെ ആയിട്ട്. ഇവിടെ അതെ, ഈ സീറ്റിനുണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ചാർജിങ് സോക്കറ്റ്, USB സോക്കറ്റോ ഒക്കെ, ലൈറ്റ്. ഇത്രയും കംഫർട്ട് നമ്മൾ വേറെ എത്ര സുഖകരമായിട്ടുള്ള യാത്രയായിരിക്കില്ലേ. നമുക്ക് ഫോൺ ചാർജ് ചെയ്യാം, ഡെഡിക്കേറ്റഡ് റീഡിങ് ലൈറ്റ്സ്, AC വെൻസ് നമുക്ക് സ്വന്തമായിട്ട്, ഇത്രയും വലിയ ഒരു വിൻഡോ ഏരിയ, നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ സുഖമായിട്ട് കണ്ടിരുന്ന് എത്ര ദൂരം വേണമെങ്കിലും സുഖമായിട്ട് ആയാസരഹിതമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ഈ അർബാനിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത. സ്പീക്കർ സിസ്റ്റം ഉണ്ട് എല്ലാ സീറ്റിൻ്റെ എല്ലാ റോയിലും. സ്പീക്കർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പിന്നിലെ ആ ടയറിൻ്റെ ബൾജായാലും അതും അത്ര വലിയൊരു ബൾജൊന്നുമില്ല. നമുക്ക് സുഖമായിട്ട് കാലേറ്റി വെച്ചിട്ട് ഇരിക്കാം.
പിന്നെ പിന്നത്തെ സീറ്റിൽ നമുക്കൊരു മാഗസിൻ ഹോൾഡറും കൂടി ആ സീറ്റിൻ്റെ പിന്നിൽ കൊടുത്തിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നു. പിന്നെ ഈ ഫ്രണ്ട് സീറ്റിലൊക്കെ കണ്ടോ ബോട്ടിൽ ഹോൾഡറൊക്കെ ഉണ്ട്. ഏത് യാത്ര പോകുമ്പോഴും കുപ്പിയില്ലാതുള്ളൊരു യാത്ര മലയാളികൾക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ കുപ്പി വയ്ക്കാനുള്ള ഒരു സൗകര്യമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. കൈ പിടിച്ചിരിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യമൊക്കെ ആ സീറ്റിൽ കൊടുത്തിട്ടുണ്ട്. വളരെ കംഫർട്ടബിളായിട്ട് ലോങ് ഡ്രൈവിന് അടിപൊളിയായിട്ട് നമുക്ക് പോവാം. സെൻറ്ററിൽ ലൈറ്റ് ഉണ്ട്. പിന്നെ റിയർ എ സിക്കുള്ള കൺട്രോളിൻ്റെ നോബ് ഇവിടെയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഡ്രൈവറായിട്ട് തല്ലൊന്നും കൂടണ്ട, നിങ്ങൾക്ക് എഴുന്നേറ്റ് വന്ന് സ്വന്തമായിട്ട് എ സി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ 9 സീറ്റാണ് ഈ കാണുന്നത്. പിന്നെ ഇറങ്ങാനും ഇവിടെ ഈ സീറ്റിൻ്റെ അവിടെ നല്ലൊരു ബാറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പിടിച്ച് നമുക്ക് സുഖമായിട്ട് ഇറങ്ങാം. പിന്നെ ഡോർ അടയ്ക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് നമുക്ക് അതൊന്ന് എന്താ പറയുക, ആ ഹാൻഡിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം അടയ്ക്കാൻ. കാരണം ഒന്ന് പുള്ളി ചെയ്യുക, അപ്പോൾ സുഖമായിട്ട് വരും. അതങ്ങനെ ആ ഡോർ അങ്ങനെ അടയും. ഇനി നമുക്ക് ഫ്രണ്ട് സീറ്റിലൊന്ന് കയറിയിട്ട് നോക്കാം ഫ്രണ്ട് സീറ്റിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്. ഡോർ ഇങ്ങനെ തുറന്ന് വരുമ്പോൾ ഹാർഡ് പ്ലാസ്റ്റിക്കാണ് എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത്. പക്ഷേ ബിൽഡ് ക്വാളിറ്റി ഒക്കെ നല്ലതാണ്. നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എൻറ്റയർ ക്യാബിനിൽ നല്ല ക്വാളിറ്റിയാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. ഇഷ്ടം പോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ബോട്ടിൽ ഹോൾഡേഴ്സ് ആയാലും ചെറിയ മാഗസീൻസും ഒക്കെ വയ്ക്കാനായിട്ടുള്ളതുണ്ട്. സ്പീക്കർ സിസ്റ്റം ഉണ്ട്. പിന്നെ പവർ വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വരികയാണെങ്കിൽ AC വെൻസ്, ഇവിടെയും ചാർജിങ് ഉണ്ട്. USB ചാർജിങ് പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലൗ ബോക്സ് ഡീസൻറ്റ് സൈസ്ഡ് ഗ്ലൗ ബോക്സാണ്. അവിടെയും നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റെപ്പിൻ്റെ അവിടെ തന്നെ ചെറിയൊരു വെൽക്കം ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. ഇത് എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റുകയാണെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മുടെ ഗ്ലാസ്സൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാം. അങ്ങനെ പുറത്ത് വരാൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഗ്ലാസ് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരാനുള്ള ഒരു ഇതാണ്. അപ്പം ഈ വണ്ടി എത്രത്തോളം സേഫ്റ്റി ഫീച്ചേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നു എന്നുള്ളതിനുള്ള തെളിവാട്ടാണ് ഈ സംഭവം. ഡ്രൈവർ സൈഡിലും ഉണ്ട്. പിന്നെ സീറ്റും നമുക്കിങ്ങനെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മുന്നോട്ടും പിന്നോട്ടൊക്കെ ആക്കാം. പിന്നെ റീക്ലൈൻ ചെയ്യാം. അങ്ങനെ സീറ്റൊക്കെ നമുക്ക് നല്ല ലംബ സപ്പോർട്ടും നല്ല തൈ സപ്പോർട്ടും ഒക്കെ തരുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. എല്ലാ സീറ്റും, ഇത് ഡ്രൈവർ സീറ്റും പാസഞ്ചർ സീറ്റും മാത്രമല്ല, എല്ലാ സീറ്റും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് ഈ വണ്ടിയുടെ. ലോങ് ഡ്രൈവിനൊക്കെ നല്ലതാണ്. ലോങ് ഡ്രൈവിന് എന്താ പറയുക, ലോങ് ഡ്രൈവിന് ചേരുന്ന വിധത്തിലുള്ള സീറ്റാണ്. ഇനി നമുക്കിന്ന് ഡ്രൈവർ സൈഡിൽ വന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഡ്രൈവർ സൈഡിലെ ക്യാബിനിലെ വിശേഷങ്ങളൊക്കെ. അങ്ങനെ ഡോറ് തുറന്ന് നമുക്ക് വരുമ്പോൾ അങ്ങനെ നമുക്ക് ഒരു വെൽക്കം ലൈറ്റ് ഉണ്ട് താഴെ ഫുട്ബോർഡിൻ്റെ അവിടെ. പിന്നെ ബോട്ടിൽ ഹോൾഡേഴ്സും മാഗസിൻ ഹോൾഡറൊക്കെ ഉണ്ട്. സ്പീക്കർ സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡോറും ഈ പറഞ്ഞ പോലെ ഹാർഡ് പ്ലാസ്റ്റിക്കിൽ ബിൽഡ് ചെയ്തിട്ടുള്ളതാണ്. നല്ല ക്വാളിറ്റിയാണ്. ലോക്കും അൺലോക്ക് ബട്ടണും പവർ വിൻഡോസിനുള്ള ബട്ടൺസൊക്കെ ഉണ്ട്. ഡ്രൈവർ സൈഡിൻ്റെ ഡോറിൽ ഇത്രയൊക്കെയാണ് വരുന്നത്. പിന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പാസഞ്ചർ സൈഡിൽ പറഞ്ഞ പോലത്തെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഗ്ലാസ് പൊട്ടിക്കാനുള്ളത് ഇവിടെയുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ആഡ് ബ്ലൂ ഫില്ല് ചെയ്യാനുള്ള ടാങ്കാണ് ഇവിടെ. അപ്പുറത്തെ സൈഡിലാണ് ഫ്യൂവൽ ഫില്ല് ചെയ്യാനുള്ള ടാങ്ക് വരുന്നത്. പിന്നെ സീറ്റിൻ്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ള മാനുവലി നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻക്ലൈനൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ മാനുവലി മുന്നോട്ടും പിന്നോട്ടൊക്കെ സീറ്റ് നമുക്ക് നീക്കാൻ പറ്റും. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബാറ്ററി ഇമ്മൊബിലൈസറാണ്. അതായത് ഈ ബാറ്ററി നമുക്ക് ഡ്രെയിൻ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഓൺ ചെയ്തിട്ട് വേണം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ AC വെൻ്റ് ഫ്രണ്ടിൽ. പിന്നെ കീ ഹോളിൻ്റെ ചുറ്റും ഒരു ആംബിയൻ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല രസമാണ്, രാത്രിയൊക്കെ നല്ല രസമാണ്. പിന്നെ ഗ്രാബ് ഹാൻഡിൽസ് ഉണ്ട്. ഇത്രയും വലിയ വണ്ടിയായ കാരണം ഒന്ന് പിടിച്ച് കയറണമെങ്കിൽ ഗ്രാബ് ഹാൻഡിലൊക്കെ വേണം. പിന്നെ അങ്ങനെ നമ്മൾ കയറിയിരിക്കുമ്പോൾ ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. സ്റ്റിയറിങ്ങിൽ മറ്റ് പ്രത്യേകിച്ച് മീഡിയ കൺട്രോൾസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ചെയ്യാം, ടെലിസ്കോപ്പിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ട് ലോങ് ഡ്രൈവ് പോകുമ്പോൾ നമുക്കതിനെ ക്ഷണിക്കുന്നില്ല, നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഡാഷ്ബോർഡിലേക്ക് വരുമ്പോൾ ഒരു AC വെൻ്റ് ഉണ്ട്. ഒരു
17.8 LCD ടച്ച് സ്ക്രീൻ ഉണ്ട്, AC കൺട്രോളുണ്ട്, മുന്നത്തെ AC വെൻസിലെ കൺട്രോളുണ്ട്, പിന്നെ കുറേ സ്റ്റോറേജ് സ്പേസും ബോട്ടിൽ ഹോൾഡേഴ്സും ഒക്കെ ആണ് നമ്മുടെ ഡാഷ്ബോർഡിൽ വരുന്നത്. 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ്, ഓക്സിലറി കേബിൾ, USB പോർട്ട്, പിന്നെ ഇവിടെ കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ചെറിയൊരു പാർട്ട്, ഇതൊക്കെയാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ മുകളിൽ വാനിറ്റി മിറർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയുണ്ട് ഒരു SOS ബട്ടൺ, സേഫ്റ്റി. എല്ലായിടത്തും സേഫ്റ്റിയാണ് ഇപ്പം മെയിൻ. എന്തെങ്കിലും അപകടം പറ്റിയ സ്വിച്ച് അമർത്തിയാൽ മതി, നാട്ടുകാർ മുഴുവൻ ഓടി വരുന്നതായിരിക്കും. പിന്നെ വണ്ടിയുടെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ഇങ്ങനെയൊക്കെയാണ്: സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ, കുറേ ഇൻഫർമേഷൻ സിസ്റ്റമൊക്കെ അവിടെ കിട്ടും. പിന്നെ നേരത്തെ പറഞ്ഞ LCD സ്ക്രീനിൽ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. 17.8 ഇഞ്ച് LCD ടച്ച് സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, മ്യൂസിക് സിസ്റ്റം, റേഡിയോ, അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, USB നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നാവിഗേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു ടച്ച് സ്ക്രീനാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഡ്രൈവർ സൈഡിൽ ഡ്രൈവർക്ക് സുഖമായിട്ടത് യൂസ് ചെയ്യാൻ പറ്റും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഇങ്ങനത്തെ ഈ ഒരു വണ്ടിയിൽ ഇതൊക്കെ ഒരു ആഡഡ് ഫീച്ചറാണ്. ഈ സെഗ്മെൻറ്റിൽ ഇതൊക്കെ വളരെ നല്ല ഒരു ആഡ് ഓൺ ഫീച്ചേഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ റിവേഴ്സ് ക്യാം, നമ്മൾ നേരത്തെ പിന്നിലൊരു ക്യാമറ കണ്ടല്ലോ. അപ്പോൾ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ വലിയ വണ്ടിയായ സ്ഥിതിക്ക് റിവേഴ്സ് ക്യാമറ വളരെ നല്ലതാണ്. ഡ്രൈവർക്ക് അതും ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അഡാപ്റ്റീവ് ലൈൻസൊക്കെ ഉണ്ട്. പിന്നെ USB മിററിങ് വിത്ത് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ USB മിററിങ് ഫീച്ചേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ഫോഴ്സിൻ്റെ അർബാനിയയുടെ വണ്ടിയാണ് നമ്മളിപ്പോൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ്. സേഫ്റ്റി ലെവലിൽ നോക്കുകയാണെങ്കിലും കംഫർട്ട് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിലും പഴയ ട്രാവലറിൽ നിന്ന് ഒരുപാട് അങ്ങ് മാറിപ്പോയിരിക്കുന്നു. ഒരുപാട് വളർന്ന് വലുതായിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഫോഴ്സിൻ്റെ അർബാനിയ. ഈ സെഗ്മെൻറ്റിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് വണ്ടി വാങ്ങാനാണെങ്കിൽ. പിന്നെ ഇതിപ്പോൾ ഒരു ടാക്സി പർപ്പസിന് മാത്രമാണ്. സാധാരണ ഇങ്ങനത്തെ വണ്ടി ഈ ഹോട്ടലുകാരും ടൂറിസംകാരും അങ്ങനത്തെ ആൾക്കാരാണ് ഈ വണ്ടി സാധാരണ നിലയ്ക്ക് വാങ്ങുക. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു പ്രൈവറ്റ് വണ്ടിയായിട്ടും യൂസ് ചെയ്യാം. ഒരു ബിഗ് ഫാമിലിക്കാണ്, അല്ലെങ്കിൽ ഒരു 2 ഫാമിലികൾക്ക് ഒരുമിച്ച് ഒരു ലോങ് ട്രിപ്പൊക്കെ പോകാൻ ഏറ്റവും നല്ല വണ്ടി കേട്ടോ. ഒരു 6 പേർക്ക് 8 പേരൊക്കെ ആണെങ്കിലും സുഖമായിട്ട് കംഫർട്ടബിളി എല്ലാ സൗകര്യത്തോടെ നമുക്ക് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി വണ്ടിയാണ് നമ്മുടെ ഫോഴ്സിൻ്റെ അർബാനിയ. അപ്പോൾ ഈ വണ്ടി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് പേഴ്സൺ തൃശ്ശൂരിൽ നിങ്ങൾക്ക് ഈ വണ്ടി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് ചെയ്യേണ്ട ആളുടെ ഫോൺ നമ്പറും ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. അഭിപ്രായമാണെങ്കിൽ കമൻറ്റിൽ പറയാം. നമ്മളെല്ലാ കമൻറ്റിനും മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ അർബാനിയും ഞാനും തമ്മിലുള്ള വിശേഷങ്ങളൊക്കെ ഇത്രയാണ്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വരും. അപ്പോൾ അതുവരെ ഇറ്റ്സ് മീ ജോവിൻ സൈനിങ് ഓഫ്.